നെക്സ്റ്റ് ഈസ് കോഷ്യൻ റൂൾ. ഡിഫറൻസിയേഷനിലുള്ള വേറൊരു റൂളാണ് കോഷ്യൻ റൂള്. പ്രൊഡക്റ്റ് റൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഡിവിഷൻ വരുമ്പോൾ ഉള്ള റൂള്, അതാണ് കോഷ്യൻ റൂള്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി ഫോമിൽ വരാം. ഉദാഹരണത്തിന് സൈൻ എക്സ് ബൈ എക്സ് സ്ക്വയർന്നോ, ക്ലിയർ, ടാൻ എക്സ് ബൈ എക്സ് ക്യൂബ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. യു ബൈ വി ഫങ്ഷനാണ് യുവും വിയും. യു ബൈ വി ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഫോർമുല കുറച്ച് വലിയൊരു ഫോർമുലയാണ്. പ്രൂഫ് വേണ്ട, ബൈ ഹാർട്ടാക്കിയാൽ മതി. യു ബൈ വിയുടെ ഡെറിവേറ്റീവ് ബൈ ഹാർട്ടാക്കണം കേട്ടോ. യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. വായിച്ച് ബൈ ഹാർട്ടാക്കണം. യു എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ, വി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ. യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ ആണ് ഫോർമുല. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. സിമ്പിളായുള്ളൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതി എഴുതട്ടെ. ഫൈൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് സേ എന്തെങ്കിലും ഒരു ഫങ്ഷൻ കൺസിഡർ ചെയ്യാം. 1 ബൈ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പരിചയമുള്ള ഒരു സീക്ക് എക്സ് ആയിക്കോട്ടെ. സീക്ക് എക്സ് ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റിസൾട്ട് വഴി എഴുതിയാൽ പോരെ, സീക്ക് എക്സ് ടാൻ എക്സ്. കാരണം ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും? കോഷ്യൻ റൂൾ വേണ്ടി വരും. ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. ഇത് ചെയ്യണമെന്ന് ചോദിക്കോ, ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് കാണണം അല്ലേ. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് എഴുതി ചെയ്യും. സീക്ക് എക്സിനെ നമുക്ക് 1 ബൈ കോസ് എക്സ് എന്ന് എഴുതാൻ പറ്റില്ലേ? പറ്റും. ഇനി കൊസീക്ക് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കണമെങ്കിൽ കൊസീക്കിനെ നമ്മൾ 1 ബൈ സൈൻ എന്ന് എഴുതും. അങ്ങനെ. അപ്പോൾ നമ്മൾ കോഷ്യൻ റൂൾ ഉപയോഗിച്ചാൽ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് കിട്ടും. 1 ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ആ 1 ആണ് യു എന്ന് പറയുന്ന ആൾ, കോസ് എക്സ് ആണ് വി. അപ്പോൾ യു ഡാഷ് വി എന്ന് പറയുമ്പോൾ 1 ഡാഷ് കോസ് എക്സ്. യു ഡാഷ് വി ആയില്ലിപ്പോൾ 1 ഡാഷ് കോസ് എക്സ് മൈനസ് യു വി ഡാഷ് എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു കോസ് എക്സ് ഡാഷ്. അതായത് ഏകദേശം പ്രൊഡക്റ്റുകൾ എഴുതുന്ന പോലെ തുടങ്ങുന്നു. പക്ഷെ ഇവിടെ ഒരു മൈനസ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. യു ഡാഷ് വി അത് എഴുതി, മൈനസ് യു ഇൻറ്റു വി ഡാഷ് അതും എഴുതി, ഡിവൈഡ് ബൈ വി സ്ക്വയർ കാണുന്നില്ലേ, വി സ്ക്വയർ, ഡിനോമിനേറ്റർ സ്ക്വയർ, കോസ് സ്ക്വയർ എക്സ്. ക്ലിയർ ആയല്ലോ സ്റ്റെപ്പ്? നമുക്കിത് ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. 1 ഡാഷ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. 1ൻ്റെ ഡെറിവേറ്റീവ് 0 അല്ലേ. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. 1 ഡാഷ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഈ ടേം പോയി. 0 ഇൻറ്റു കോസ് എക്സ് 0 ആണല്ലോ. അത് എഴുതി സമയം കളയണ്ട. മൈനസ് ഓഫ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈ മൈനസ് എഴുതി കോസ് എക്സ് ഡാഷ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. താഴെ കോസ് സ്ക്വയർ എക്സ്. ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഞാനിതിനെ വേറെ രീതിയിലാക്കാൻ പോവാണ്. സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സിന് ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ, 1 ബൈ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ കോസ് എക്സ്, അങ്ങനെ എഴുതാമല്ലോ. ചെക്ക് ചെയ്ത് നോക്കിക്കോ. താഴെ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, കോസ് സ്ക്വയർ എക്സ്, 1 ഇൻറ്റു സൈൻ എക്സ്, സൈൻ എക്സ്. എന്താണ് ഈ 1 ബൈ കോസ് എക്സ്? 1 ബൈ കോസ് എക്സ് സീക്ക് എക്സ് ആണ്. എന്താണ് സൈൻ എക്സ് ബൈ കോസ് എക്സ്? അത് ടാൻ എക്സ് ആണ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണെന്ന് കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. എബോവ് 1 മാർക്ക് ആണെങ്കിൽ സ്റ്റെപ്പ് എഴുതണം.
ഇതേപോലെ കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ നമുക്ക് കോഷ്യൻ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യാം. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോഷ്യൻ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം ടാൻ എക്സിനാ. ഓക്കെ.